നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ദേശീയ ദുരന്ത നിവാരണ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് കോൺഗ്രസ് MP ആയിട്ടുള്ള ഡോക്ടർ ശശി തരൂർ. ഡോക്ടർ ശശി തരൂർ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങളോട് BJP നടത്തുന്ന പക്ഷപാതം എന്നത്. വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. അത് BJPയുടെ ഹിഡൻ അജണ്ടയാണ്. BJPക്ക് വേരോട്ടമില്ലാത്ത ഒരു സംസ്ഥാനത്ത് അവർക്ക് പണം നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു വെല്ലുവിളി ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ വയനാട് MP പ്രിയങ്ക ഗാന്ധി കൃത്യമായി പറഞ്ഞു, മുടന്ത ന്യായമല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്, ഞങ്ങൾക്ക് ആവശ്യം പണമാണ്, വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള പണം. BJP കൃത്യമായി ഈ കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദ്യം 2000 കോടി രൂപ കൊടുക്കാമെന്ന വാക്കാലുള്ള സമ്മതം പറഞ്ഞതാണ്. എന്നാൽ അത് വെറും കൂടിക്കാഴ്ച സമയത്തുള്ള ഒരു മറുപടിയായി മാറിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്ന് പറഞ്ഞ് അമിത്ഷാ മലക്കം മറിയുകയാണ് ചെയ്തത്. വാക്കിന് വിലയില്ലാത്ത അമിത്ഷായെ പോലുള്ളവർ എന്തിനാണ് ഈ രാജ്യത്ത് കയറിഞ്ഞെളിഞ്ഞ് സുഖിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ശശി തരൂർ MP അതിന് മറുപടിയായി ചോദിച്ചിരിക്കുന്നത്. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ നിരുത്തരവാദമായി പെരുമാറുന്ന ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ എന്നുള്ളത് വളരെ വ്യക്തമല്ലേ എന്ന് പ്രിയങ്ക ഗാന്ധി തെളിവ് സഹിതം പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞ വാക്കുകൾ. അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് GST കൗൺസിലിൽ യോഗത്തിൽ കേരളത്തിനോടും മറ്റ് സംസ്ഥാനങ്ങളോടും കാണിക്കുന്ന നിരുത്തരവാദിത്തപരമായ നയങ്ങളെ അവർ വീണ്ടും അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇതുപോലൊരു ബില്ല് നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് കൃത്യമായും സൗത്ത് സ്റ്റേറ്റുകളെ എല്ലാ രീതിയിലും തകർക്കാനും തച്ചുടയ്ക്കാനും വേണ്ടിയുള്ള നീക്കമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അനീതി തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് ഈ ബില്ലിലൂടെ വ്യക്തമാക്കുന്നത്. ശശി തരൂർ പാർലമെന്റിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോൾ അക്ഷരം പ്രതി ഉരിയാടാതെ അതാത് വകുപ്പ് മന്ത്രിമാർ ചോദ്യത്തിന് ഉത്തരം പോലും ലഭിക്കാതെ മിണ്ടാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നിഷ്ക്രിയത്വം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ് BJP മന്ത്രിസഭയിലെ ഇപ്പോഴത്തെ നടപടിക്രമങ്ങളിലൂടെ വ്യക്തമാകുന്നത്.